ആ ചുവരിലെ ഇഷ്ടികകളിൽ ഹില്ലിംഗ് ഹെഡ് എന്ന പേര് മാത്രമായിരുന്നില്ല, നമ്മുടെ ഗബ്രിയൽ ഡെഫോയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രത്യേക ടാറ്റു ഉണ്ടല്ലോ, ഒരു മാർക്കുണ്ടല്ലോ, അതുപോലെ ഒരു മാർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പേരിനും ഇവരിപ്പോൾ അന്വേഷിക്കുന്ന കേസിനും ബന്ധമുണ്ടെന്ന് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നത്. തുടർന്നുള്ള അന്വേഷണങ്ങളിൽ 1890 കാലഘട്ടങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന ആൽഫ്രഡ് ഹില്ലിംഗ് ഹെഡ് എന്ന ഡിറ്റക്റ്റീവിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടി. ഇതേ സ്റ്റേഷനിൽ ആ കാലഘട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഇൻസ്പെക്ടറിന്റെ പേര് ആ ഇഷ്ടികയിൽ വന്നിരിക്കുന്നു. ഇഷ്ടികയ്ക്ക് പരിശോധിച്ച് വന്നപ്പോൾ ഇഷ്ടികയ്ക്കും അത്രത്തോളം വർഷം പഴക്കമുണ്ട്. ആ പേര് എഴുതിയിരിക്കുന്നതും ഏതാണ്ട് ആ ഒരു ടൈമിൽ നിന്നാണ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റി. സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന പഴയ ഫയൽസിൽ നിന്ന് ലോങ് ഹാർവസ്റ്റ് ലൈനിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ പറ്റി, അന്നത്തെ കേസുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടി. അതുകൊണ്ട് അവളെ ഞെട്ടിപ്പോയി. അന്നും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് കണ്ടെത്താൻ സാധിച്ച പോലെ ഒരു ഡെഡ് ബോഡി കണ്ടെത്താൻ സാധിച്ചിരുന്നു. അതും എങ്ങനെയാണോ ഈ കാലഘട്ടത്തിൽ ആ ബോഡി ഉണ്ടായിരുന്നത് അതേപോലെ അതേ സവിശേഷതകളുമായി അന്നത്തെ കാലത്തും അതേ ബോഡി കണ്ടെത്താൻ സാധിച്ചു. ഈ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കണ്ടപ്പോൾ ഇവിടെ ആർക്കൈവ്സ് മാനേജ് ചെയ്യുന്ന പുള്ളിക്കാരൻ 1941 നടന്ന ഒരു കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ വൈറ്റ് മാൻ അന്വേഷിച്ച ഇതേ കേസ്, അതായത് 1890ലും 1941ലും ഇപ്പൊ 2023ലും ഒരേ ബോഡി ഒരേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ മാനിക്സ് വെറുതെ പൊട്ടത്തിലൊന്നും വിളിച്ച് പറഞ്ഞതല്ല, അവൻ പറഞ്ഞതിൽ കാര്യമായിട്ട് എന്തോ കാര്യമുണ്ടെന്ന് ഇവൾക്ക് മനസ്സിലായി. അങ്ങ് 1890 ഇപ്പൊ നമ്മുടെ ഹില്ലിംഗ് ഹെഡ് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ജൂലിയൻ ഹാർക്കറിനെതിരെ ആ കേസ് അന്വേഷണം നടത്തിയാൽ അയാൾക്ക് വേണ്ടിയിട്ട് നല്ല പണി പണിയാൻ പറ്റും. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമല്ല, ഈ നാട്ടിൽ നിന്ന് തന്നെ പോകേണ്ടി വരും. ഇദ്ദേഹം ഒരു സ്വർഗാനുരാഗിയാണെന്നുള്ള ന്യൂസ് പുറത്തു വന്നാൽ അത് ഇദ്ദേഹത്തെ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും ബാധിക്കും. ആകെ നാണക്കേടാവും, ജനങ്ങൾ വരെ ആട്ടി ഓടിക്കും, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടെന്നൊരു തീരുമാനത്തിലാണ് അദ്ദേഹം. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയെ കിസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ആ ജേർണലിസ്റ്റിനെ കിസ് ചെയ്തതും അവന്റെ കൂടെ ചെയ്ത കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിച്ചു. തന്റെ താല്പര്യങ്ങൾ അങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ അടുത്തിരുമ്പോൾ ഇദ്ദേഹത്തിന് പറ്റൂലല്ലോ. ശേഷം ഹില്ലിംഗ് ഹെഡിന്റെ മകൾ പോളി ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെയിൻ കൊണ്ടുകൊടുക്കും. പോളിയുടെ ചെയിനാണ്. അതിന്റെ ലോക്കറിൽ ഹില്ലിംഗ് ഹെഡിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അതേപോലെ പോളിയുടെയും ചിത്രങ്ങൾ ഇങ്ങനെ ഉണ്ട്. ബൈ മിസ്റ്റേക്ക് ആ ചെയിൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കറക്റ്റ് ചെയ്യുവാണ് ഹില്ലിംഗ് ഹെഡ്. 1941 നമ്മുടെ വൈറ്റ് മാൻ പുള്ളിക്കെതിരെ വന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർത്തിരുന്നെങ്കിലും പിന്നെയും എല്ലാം താളം തെറ്റുവാണ്. ഇൻസ്പെക്ടർ ഫാരലിന്റെ മരണത്തിന് കാരണം ഒരു ക്രിമിനൽ ആണെന്നൊക്കെ ഇദ്ദേഹം ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ക്രിമിനലിനെ കൊന്നു കളഞ്ഞിട്ട് അങ്ങേരെ ആത്മഹത്യ ചെയ്തൊന്നും വരുത്തി തീർത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഇവന്റെ മേലധികാരികൾക്ക് വിശ്വാസമില്ല. വൈറ്റ് മാൻ ആ ക്രിമിനലിനെ കൊല്ലുന്ന സമയത്ത് ആ പ്രദേശത്ത് അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി 2 തവണ ഗൺ ഫയർ ആവുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം പോലീസിൽ വന്ന് കാര്യം അറിയിച്ചു. തുടർന്ന് ആ കേസ് വീണ്ടും ഒന്ന് കാര്യമായിട്ട് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിക്കുകയാണ്. കൂടാതെ സ്റ്റേഷനിലേക്ക് വന്ന ആ ജൂത പെൺകുട്ടിയെ എത്രയും വേഗം കണ്ടുപിടിച്ച് അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിഞ്ഞിരിക്കണമെന്നും തീരുമാനമെടുത്തു. കഴിഞ്ഞ തവണ വൈറ്റ് മാൻ ആണല്ലോ ആ പെൺകുട്ടിയോട് സംസാരിച്ചത്. അതിലിപ്പോൾ ഇവന്റെ മേലധികാരികൾക്ക് വിശ്വാസമില്ല. ഇവനല്ലാതെ മറ്റൊരു ട്രാൻസ്ലേറ്ററെ വെച്ച് ആ പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം. ആ പെൺകുട്ടിയുടെ പേരാണ് എസ്തർ. അവളിപ്പോൾ വൈറ്റ് മാന്റെ കൂടെയാണ്. എത്രയും വേഗം എസ്തറിനെ സേഫ് ആയിട്ട് സ്കോട്ട്ലൻഡിലേക്ക് കയറ്റിവിടാനാണ് ഇദ്ദേഹത്തിന്റെ ശ്രമം. തൊട്ടടുത്ത ദിവസം തന്നെ യൂസ്റ്റണിൽ നിന്ന് അങ്ങോട്ട് ട്രെയിൻ പോകുന്നുണ്ട്. ആ ട്രെയിനിൽ എസ്തറിനെ കയറ്റിവിടാന്നുള്ളതാണ് പ്ലാൻ. എന്നാൽ സേഫ് ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും പറ്റാതെ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഒരു സൈഡിൽ ഇവന്റെ മേലധികാരികൾ ഉൾപ്പെടെ പോലീസിൽ പലർക്കും ഇവനെ സംശയമാണ്. മറ്റൊരു വശത്ത് ഇവൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ആ സ്ത്രീയുടെ ആൾക്കാർ ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ മറികടന്ന് വേണം ഹീറോയ്ക്ക് ഇവളെ സേഫ് ആയിട്ട് സ്കോട്ട്ലൻഡിലേക്ക് അയക്കാൻ. അങ്ങനെ 2053 പ്രൊഫസർ ഗബ്രിയൽ ഡെഫോ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നു. ഇദ്ദേഹം പഠിപ്പിക്കുന്നതൊക്കെ കേൾക്കാൻ ഡിറ്റക്റ്റീവ് മേപ്പിൾ വുഡ് അവിടെ എത്തിയിട്ടുണ്ട്. ആൾ പ്രപ്പോസ് ചെയ്യുന്ന തിയറി അനുസരിച്ച് ടൈം ട്രാവൽ പോസിബിൾ ആണ്. റിയൽ വേൾഡിൽ ടൈം ട്രാവൽ പോസിബിൾ ആണ്. ഒരേ സമയം ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കും ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുമത്രേ. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു റിസർച്ച് പേപ്പർ നേരത്തെ സബ്മിറ്റ് ചെയ്തിരുന്നു. ബട്ട് എന്തൊക്കെയോ കാരണത്താൽ അത് പുറത്തുവിട്ടില്ല. ഇനി ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ തിയറി അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കുമോ? അതുകൊണ്ട് ഇവരിത് രഹസ്യമായി വെക്കുന്നതാവോ? ഡിറ്റക്റ്റീവ് മേപ്പിൾ വുഡിന് സംശയം. പ്രൊഫസറിന്റെ ക്ലാസ് കഴിഞ്ഞ് പുള്ളിക്കാരി വിശദമായി പ്രൊഫസറിനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. പ്രൊഫസർ ആവട്ടെ അദ്ദേഹം ഇപ്പോൾ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ പുള്ളിക്കാരൻ ടൈം മെഷീൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ബട്ട് പുള്ളിക്കാരൻ കുറേ അധികം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതിന് നമ്മുടെ മേപ്പിൾ വുഡിന്റെ സഹായം വേണമെന്ന് ആവശ്യപ്പെടുവാണ്. മേപ്പിൾ വുഡ് മാനിക്സിന്റെ ഓർഡർ അനുസരിച്ച് ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്പൈ ചെയ്യാൻ വന്നതാണെങ്കിലും പ്രൊഫസർ പറയുന്ന കാര്യങ്ങൾ ഇവൾക്ക് എന്തോ ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്തു. അദ്ദേഹം വലിയൊരു അച്ചീവ്മെന്റ് അടുത്താണെന്ന് മനസ്സിലാക്കിയിട്ടാവണം മേപ്പിൾ വുഡ് അദ്ദേഹത്തെ സഹായിക്കാവാൻ സമ്മതിക്കുന്നത്. ഇവിടെ 2023 നമ്മുടെ ഹസൻ പുള്ളിക്കാരിക്ക് കണ്ടെത്താൻ സാധിച്ച കാര്യങ്ങളൊക്കെ അവളുടെ മേലധികാരി അറിയിച്ചു. ഇവളീ പറയുന്നൊക്കെ കേട്ടപ്പോൾ പുള്ളിക്കാരൻ അങ്ങ് ഞെട്ടിപ്പോയി. 1890ലും 1941ലും ഇവർക്ക് 2023 കണ്ടെത്താൻ സാധിച്ച അതേ ബോഡി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നോ? ഇതിനു മുമ്പ് 2 തവണ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ ഫോട്ടോസൊക്കെ ഈ സ്റ്റേഷനിലുണ്ട്. നമ്മുടെ ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡിന്റെയും ഡിറ്റക്റ്റീവ് വൈറ്റ് മാന്റെയും ഒക്കെ. അന്നത്തെ കേസ് റിപ്പോർട്ട്സും പത്രവാർത്തകളും എല്ലാം കൂടെ കണക്ട് ചെയ്ത് അന്ന് സംഭവിച്ച അതേ കാര്യം അല്ലെങ്കിൽ അന്ന് കിട്ടിയ അതേ ബോഡി തന്നെയാണ് ഇപ്പോൾ 2023 കിട്ടിയിരിക്കുന്നതെന്ന് ഇവള് പറഞ്ഞു കൊടുക്കുകയാണ്. നേരത്തെ ആ പയ്യൻ മാനിക്സും അവന്റെ ഫോസ്റ്റർ പേരൻസും ഒക്കെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പൊട്ടത്തരങ്ങളല്ല, എന്തൊക്കെയോ നിഗൂഢമായ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിനു പുറകിൽ സംഭവിക്കുന്നുണ്ടെന്ന് വ്യക്തം. അവിടുന്ന് കിട്ടിയതാൽ അങ്ങ് 1890 നമ്മുടെ ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ് വീണ്ടും ജേർണലിസ്റ്റിന്റെ വീട്ടിൽ ചെല്ലുവാണ്. അദ്ദേഹത്തിന്റെ കാര്യം നോക്കണം, കുടുംബത്തിന്റെ കാര്യം നോക്കണം, കുടുംബത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവരുത്. ജേർണലിസ്റ്റുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ബോധമുണ്ടെങ്കിലും ജേർണലിസ്റ്റിനെ വിട്ടുകളയാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ജേർണലിസ്റ്റിനോട് ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ഡിറ്റക്റ്റീവ് അങ്ങോട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കേട്ട് ജേർണലിസ്റ്റ് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. തുടർന്ന് ഇരുവരും കിസ് ചെയ്ത് അങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. ജൂലിയൻ ഹാർക്കർക്കെതിരെയുള്ള അന്വേഷണം തുടരണം. അങ്ങേരാണ് കൊലപാതകം ചെയ്തതെന്നുണ്ടെങ്കിൽ അതെല്ലാവരെയും അറിയിക്കണമെന്ന് ജേർണലിസ്റ്റിന്റെ ഒരു വാശി. ഹില്ലിംഗ് ഹെഡിന്റെയും അഭിപ്രായം ഇതൊക്കെ തന്നെയാണ്. എന്നാൽ മുമ്പ് ചെയ്ത പോലെ നേരെ ജൂലിയൻ ഹാർക്കറിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ. ആദ്യം ജൂലിയൻ ഹാർക്കറിന്റെ ഫിംഗർ പ്രിന്റ് ഒപ്പിക്കാൻ ഒരു വഴി കണ്ടുപിടിക്കണം. അയാളുടെ ഫിംഗർ പ്രിന്റ് എവിടെയെങ്കിലും ഒപ്പിച്ച് ഈ കേസ് തെളിയിക്കണം. അവിടുന്ന് കിട്ടിയതാൽ 2053 നമ്മുടെ ഡിറ്റക്റ്റീവ് മേപ്പിൾ വുഡ് ഡെഫോയെ അവളുടെ വീട്ടിൽ കൊണ്ടുവരുന്നു. തൽക്കാലം ഇവളുടെ വീടാണ് ഇദ്ദേഹത്തിന് സേഫ്. ഡിറ്റക്റ്റീവ് തിരിച്ച് വീട്ടിലെത്തിയെന്ന് മനസ്സിലാക്കി ഇവളുടെ അയൽക്കാരി ലോറനെ ഇങ്ങോട്ട് വരുന്നുണ്ട്.
വരുന്നുണ്ട്. ഇപ്പോൾ ലോറിനെ വീടിനകത്ത് കയറ്റാൻ പറ്റത്തില്ലോ. ഡിറ്റക്റ്റീവ് എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കി വിടാൻ ശ്രമിക്കുമ്പോൾ അകത്തുനിന്ന് നമ്മുടെ ഡെഫോ ചുമയ്ക്കുന്ന ശബ്ദം കേട്ടു. ഓ എനിക്ക് മനസ്സിലായി, ഇന്ന് നീ വേറെ മൂഡിലാണല്ലേ, കുഴപ്പമില്ല ഞാൻ പിന്നെ വരാം, ഒന്ന് പോയ അവിടെ നിന്ന് പറഞ്ഞ് ലോറിനെ പറഞ്ഞു വിട്ടു. ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്തു വന്ന ഗബ്രിയേൽ ഡെഫോയുടെ ആ അവസ്ഥയ്ക്ക് കാരണം ആരാണെങ്കിലും അവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹീറോയിൻ്റെ ഉദ്ദേശം. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥയ്ക്ക് കാരണം ഇവളുടെ മുന്നിലിരിക്കുന്ന ഈ ടൈം ലൈനിലെ ഗബ്രിയേൽ ഡെഫോ ആണെങ്കിലും ഇങ്ങനെയും പൂട്ടുമെന്ന് ഇവൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. അതുവരെ ഇങ്ങനെ പോകട്ടെ എന്ന് ഇരുവരും ഒന്ന് രണ്ട് സംസാരിച്ച് നല്ല സുഹൃത്തുക്കളാവുന്നുണ്ട്. 1941 ഡിറ്റക്റ്റീവ് വൈറ്റ്മാൻ നമ്മുടെ എസ്തറിനെ ഇവിടുന്ന് സ്കോട്ട്ലൻഡിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അന്ന് രാത്രി നഗരത്തിലാകെ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിക്കുന്നുണ്ട്. ഇവരുടെ അപ്പാർട്ട്മെന്റിന് തൊട്ടടുത്തും വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായി. അത് കേട്ട് എസ്തർ പേടിച്ചിറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. വൈറ്റ്മാൻ ഓടിയിറങ്ങി അവളുടെ പുറകെ ചെന്ന് അവളെ പിടിച്ച് സമാധാനിപ്പിച്ച് എങ്ങനെയും ജീവനും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു. എസ്തർ തന്റെ ആരും അല്ലാഞ്ഞിട്ട് കൂടി ഇദ്ദേഹം അവളെ കയ്യിലെടുത്ത് തന്റെ ജീവനേക്കാൾ അവളുടെ ജീവന് പ്രാധാന്യം കൊടുത്ത് ഓടി ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറാണ്. പോലീസുകാരനാണെങ്കിലും ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ എസ്തറിന് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ പോലും ഇങ്ങനെ തയ്യാറാണ്. കട്ട് ചെയ്താൽ ഇനി 2023 1890-ലും 1941-ലും സംഭവിച്ച ഇതേ കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാണ് നമ്മുടെ ഹസനും അവളുടെ സീനിയറും. 1890-ലെ കേസിൽ ജൂലിയൻ ഹാർക്കർ എന്ന വ്യക്തിയാണ് കൊലപാതകം ചെയ്തതെന്ന് സംശയിക്കുന്നുവെന്ന് പത്രത്തിൽ ന്യൂസ് വന്നിരുന്നു. ജൂലിയൻ ഹാർക്കർ എന്ന പേര് കേട്ടപ്പോഴാണ് ഇവരും ഹാർക്കർ ലീഗൽ എന്നൊരു ഫേമിനെ പറ്റി ആലോചിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ആ പയ്യൻ മാനിക്സിന്റെ വക്കീലായിട്ട് ഇവരുടെ മുന്നിൽ വന്ന വ്യക്തി ഹാർക്കർ ലീഗലിൽ നിന്നുള്ള വ്യക്തിയാണ്. 1894 സർ ജൂലിയൻ ഹാർക്കർ തന്നെയാണ് ഹാർക്കർ ലീഗൽ തുടങ്ങി വെക്കുന്നത്. സോ ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ടുള്ള എന്തോ വലിയ പ്ലാനിന്റെ ഭാഗമാണ് ഈ സംഭവിക്കുന്നതൊക്കെ എന്ന് വ്യക്തം. അങ്ങനെ 1941 ആ റെയിൽവേ സ്റ്റേഷനിൽ തണുപ്പ് തിങ്ങിയിരിക്കുകയാണ് നമ്മുടെ എസ്തറും വൈറ്റ്മാനും ഒക്കെ. അതേ സ്റ്റേഷനിലുള്ള ഒരു വുമൺ നമ്മുടെ എസ്തർ ഇങ്ങനെ തണുത്ത് പറച്ചിരിക്കുന്നത് കണ്ട് പുള്ളിക്കാരുടെ ഷോൾ ഇവൾക്ക് പുതയ്ക്കാൻ കൊടുത്തു. കൂടാതെ കഴിക്കാൻ ചോക്ലേറ്റ്സും കൊടുത്തു. മാന്യായ ഒരു സ്ത്രീയാണ്, ഇവളോട് നല്ല പെരുമാറ്റം. ഇന്നേരമാണ് ഇതിനു മുമ്പ് നമ്മുടെ വൈറ്റ്മാനൊക്കെ ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തി ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്. ഉടൻ വൈറ്റ്മാൻ എസ്തറിനെ നോക്കിക്കോണേന്ന് ആ സ്ത്രീയോട് പറഞ്ഞിട്ട് ഇവരെ ഫോളോ ചെയ്തു വരുന്ന ആ പുള്ളിക്കാരന്റെ പുറകെ പോയി. എസ്തറിന്റെ കൂടെ ഇരിക്കുന്ന ആ സ്ത്രീയോട് എസ്തർ ആ പുള്ളിക്കാരുടെ കഴുത്തിലുള്ള ലോക്കറ്റിനെ പറ്റി ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരെ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തേ. അതിൽ താണ്ടെ 1890 ജീവിച്ചിരുന്ന നമ്മുടെ ഇൻസ്പെക്ടർ ഹില്ലി ഹെഡിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകളുടെയും ചിത്രം. അതായത് 1941 ഇവിടെ കാണുന്ന ഈ സ്ത്രീ മറ്റാരുമല്ല, ഇൻസ്പെക്ടർ ഹില്ലി ഹെഡിന്റെ മകളാണ് പോളി. ഇതേസമയം ഡിറ്റക്റ്റീവ് വൈറ്റ്മാനെ പിന്തുടർന്ന് വന്നോട്ടെന്ന് ആ വ്യക്തിയുടെ പുറകെ പോയ വൈറ്റ്മാനും ആ വ്യക്തിയും തമ്മിൽ അടിയായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുവായി ബഹളമായി. നമ്മുടെ ഡിറ്റക്റ്റീവിന് ഒരു വിധത്തിൽ ആ പുള്ളിക്കാരനെ അടിച്ച് താഴെയിടാൻ പറ്റിയെങ്കിലും അതിനോടകം തന്നെ ഡിറ്റക്റ്റീവിനെ അദ്ദേഹം കുത്തിയിരുന്നു. അവനെ അടിച്ച് താഴെ ഇട്ടിട്ട് ഡിറ്റക്റ്റീവ് അവന്റെ പേഴ്സ് എടുത്ത് തുറന്നു നോക്കിയപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഇവനെ ഫോളോ ചെയ്തു വന്ന ഈ വ്യക്തിയും ഒരു പോലീസുകാരനായിരുന്നു. ഇങ്ങനെ 2023 നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസൻ ജൂലിയൻ ഹാർക്കറിന്റെ സ്വത്തുകളൊക്കെ ട്രാക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലത്തെത്തി. അവിടെ ജൂലിയൻ ഹാർക്കറിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റെക്കോർഡിംഗ് ഔട്ടിരിക്കുന്നത് കണ്ടു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സർ ജൂലിയൻ ഹാർക്കർ തന്നെ റെക്കോർഡ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് എന്തെങ്കിലും കൂടുതൽ തെളിവ് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടേക്ക് ആരോ വന്നു. ഡിറ്റക്റ്റീവ് ഹസൻ ഒളിച്ചിരുന്നെങ്കിലും അവിടേക്ക് വന്ന വ്യക്തിക്ക് ഡിറ്റക്റ്റീവ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായിരുന്നു. അങ്ങോട്ട് വന്നത് മറ്റാരുമല്ല, നമ്മുടെ മാനിക്സിന്റെ വളർത്തച്ഛൻ ആൻഡ്രൂ ആണ്. ആൻഡ്രൂവിനും എലീനും ഒക്കെ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓൾറെഡി അറിയാവുന്നേ. നമ്മുടെ ഡിറ്റക്റ്റീവ് ഈ സമയത്ത് ഇവിടെ എത്തുമെന്ന് ഇവർക്ക് നേരത്തെ അറിയായിരുന്നു. ആൻഡ്രൂ തനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, താനുള്ള സത്യം തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് മാനിക്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കും. ഇതുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് ശരിക്കും ബന്ധം? ഈ സംഭവങ്ങളൊക്കെ നിങ്ങളുമായിട്ട് എങ്ങനെ കണക്ട് ആവുന്നു? ഡിറ്റക്റ്റീവ് ആ ബോഡി കിടന്ന സ്ഥലത്തേക്ക് നിന്നെ തന്നെ ഞങ്ങൾക്ക് എത്തിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് സയ്യിദിനെ യൂസ് ചെയ്തത്. ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചേ മതിയാവൂ ഡിറ്റക്റ്റീവ്. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം, എന്റെ കൂടെ വാ. അവിടെ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ 2053 നമുക്ക് കാണിച്ചു തരുന്നത്. ഗബ്രിയേൽ ഡെഫോ അദ്ദേഹം യൂണിവേഴ്സിനെ മനസ്സിലാക്കിയിരിക്കുന്ന വിധമൊക്കെ ഡിറ്റക്റ്റീവിന് പറഞ്ഞു കൊടുക്കുകയാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി തീരുമാനിക്കപ്പെട്ടതാണ്. നമുക്ക് ആക്ച്വലി ഫ്രീ വില്ലില്ല, ഉണ്ടെന്ന് നമ്മൾ കരുതുന്നു. ഈ സംഭവിക്കുന്നതെല്ലാം ഇങ്ങനെ സംഭവിക്കണമെന്ന് നേരത്തെ എഴുതി വെച്ചിരിക്കുന്നു എന്നൊരു ടൈമിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇത് ഡിറ്റക്റ്റീവിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതേ നോക്ക്, പുള്ളിക്കാരി ഇപ്പോൾ ഈ വൈൻ കുടിക്കുന്നു. അത് അവരുടെ ചോയ്സ് ആണ്. 3-4 ഡിഫറെന്റ് ഫ്ലേവേഴ്സിലുള്ള വൈൻ എടുത്ത് വെച്ചിട്ട് അതിൽ ഓരോന്നും കുടിച്ച് നോക്കിയിട്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ളത് ഏതെന്ന് ചോദിച്ചാൽ അവർക്ക് ചൂസ് ചെയ്യാം. അവർ ചൂസ് ചെയ്യും. തനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതെന്ന് മറ്റാരും കൺട്രോൾ ചെയ്യുവല്ല ചെയ്യുന്നത്, അത് താൻ ചൂസ് ചെയ്യുവാണെന്ന് ഡിറ്റക്റ്റീവ് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല മേപ്പിൾവുഡ്, അത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. തനിക്കിപ്പോൾ ഈ വൈൻ ഇഷ്ടപ്പെട്ടതിന് മറ്റൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. തൻ്റെ അച്ഛൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരുന്നു, അമ്മയുടെ ടേസ്റ്റ് എങ്ങനെയായിരുന്നു, അതിന് മുന്നോട്ടുള്ള തലമുറയിൽ അവരുടെയൊക്കെ ടേസ്റ്റ് എങ്ങനെയായിരുന്നു, ഇതൊക്കെ നിന്റെ ഇഷ്ടങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. നീ അറിയാതെ ചൂസ് ചെയ്യുന്നതല്ല, നിന്റെ മുൻ തലമുറയിൽ നിന്ന് അതിങ്ങനെ സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും മേപ്പിൾവുഡ് അങ്ങനെയല്ല മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഫ്രീ വിൽ ഉണ്ടെന്ന് തന്നെയാണ് അവൾ പറയുന്നത്. ഗബ്രിയേൽ ഡെഫോയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റുകൾ അത്ര നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ലോകമെമ്പാട് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഗവൺമെന്റ് പറയുന്നത് കേട്ട് നിൽക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുമെങ്കിലും ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ എതിർക്കുന്ന, ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്ന ആളുകളെ അവർ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലവണ്ണം ജീവിക്കാനുള്ള സാഹചര്യം പോലും ഒരുക്കി കൊടുക്കുന്നില്ല. നമ്മൾ കണ്ടതാണ് മേപ്പിൾവുഡിന്റെ സഹോദരന്റെ അവസ്ഥയൊക്കെ. ഇങ്ങനെയൊക്കെയാണെങ്കിലും മേപ്പിൾവുഡ് പറയുന്നത് ഗവൺമെന്റ് എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ദ എക്സിക്യൂട്ടീവ്. എന്നിട്ടും ചില ആളുകൾ അവരുടെ വാശി കാരണം അവരെ എതിർത്ത് അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ആ അവസ്ഥയിൽ കിടക്കേണ്ടി വരുന്നതെന്നാണ് ഇവളുടെ അഭിപ്രായം. ഇവിടെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ ഗബ്രിയേൽ ഡെഫോ പെട്ടെന്ന് എഴുന്നേറ്റ് എനിക്കൊന്ന് ബാത്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. പോയ അതേ സ്പീഡ് തിരിച്ചു വന്നിട്ട് അത് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, വേറൊന്നുമല്ല, നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിൽ സന്തോഷം, പിന്നെ നിങ്ങളുടെ കൂടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, നന്നായിട്ട് സംസാരിച്ചു, അതിലേറെ സന്തോഷം എന്നും പറഞ്ഞിട്ടാണ് പുള്ളി പോണത്. ഇവൾ മൊത്തത്തിൽ ഇങ്ങനെ ഗവൺമെന്റിനെ അല്ലെങ്കിൽ ദ എക്സിക്യൂട്ടീവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതുകൊണ്ട് അത് ഇഷ്ടപ്പെടാതെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണോ എന്തോ. ഒരുപക്ഷെ മാനിക്സ് നേരത്തെ പറഞ്ഞത് സത്യമായിരിക്കാം. ഈ ഗബ്രിയേൽ ഡെഫോ ഒക്കെ ചാപ്പൽ പെരലിസിന്റെ ആളായിരിക്കാം. ഇവരൊക്കെ മാനിക്സിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. വീണ്ടും 1941 പോയാൽ അവിടെ നമ്മുടെ ഡിറ്റക്റ്റീവ്
വൈറ്റ്മാനെ കുത്തിയിട്ടിരുന്നെങ്കിലും അദ്ദേഹം ആ മുറിവൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് പതിയെ നടന്നു വരുവാണ്. അപ്പോഴേക്കും ബോംബുകൾ ഇട്ടുകൊണ്ടിരുന്ന എയർപ്ലെയിൻസ് ഒക്കെ ആ ഏരിയയിൽ നിന്ന് പോയി ആളുകളൊക്കെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. വൈറ്റ്മാൻ ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ പോളിയെ കണ്ടു. പോളിയോട് എസ്റ്റർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കുട്ടിതെ അവിടെ ഉണ്ട്, നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈറ്റ്മാന്റെ പേര് പറയും. പോളിക്ക് അങ്ങനെ നമ്മുടെ വൈറ്റ്മാന്റെ പേരറിയാം. പോരാത്തതിന് നോ യു ആർ ലൗഡ് എന്ന് പറയും. അതായത് ഇത്രയും നാൾ നമ്മുടെ വൈറ്റ്മാനെ വിളിച്ച് ഓരോരോ ജോലി ഏൽപ്പിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ, ആ അനോണിമസ് ലേഡി മറ്റാരുമല്ല പോളിയാണ്. സത്യാവസ്ഥ അറിഞ്ഞ വൈറ്റ്മാൻ അങ്ങ് ഞെട്ടിപ്പോയി. പുള്ളിക്കാരൻ നേരെ നമ്മുടെ എസ്റ്ററിന്റെ അടുത്ത് നിന്ന് അവളെ വിളിച്ചുകൊണ്ടിരുന്ന നോക്കുമ്പോൾ കൊച്ചിന്റെ വായിൽ നിന്ന് നുരയും പതയൊക്കെ വന്നിട്ട് ഒരുമാതിരി അവസ്ഥയിലാണ്. എങ്ങനെയൊക്കെ വിളിച്ചിട്ടും കൊച്ചി എഴുന്നേൽക്കുന്നില്ല. അതിനോട് അവൾ മരണപ്പെട്ടിരുന്നു. അതായത് പോളി നമ്മുടെ എസ്റ്ററിനെ കൊന്നു കളഞ്ഞു. എന്താ പോളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇവളുടെ അച്ഛൻ ഹില്ലിംഗ് ഹട്ട് ഒരു നല്ല മനുഷ്യനായിരുന്നില്ലേ? 1890 കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ആരെയും ഉപദ്രവിക്കാതെ സ്വന്തം കാര്യം നോക്കി സ്വന്തം ഫാമിലിയോടൊപ്പം ഹാപ്പിയായി ജീവിച്ചു പോയിരുന്നവരാണ് ഇവരൊക്കെ. പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു. പോളി ഇവിടെ വന്ന് ഈ കൊച്ചിനെ കൊല്ലാനും മാത്രം എന്തെവിടെ ഉണ്ടായേ? കട്ട് ചെയ്താൽ ഇവിടെ 2053 ഡിറ്റക്റ്റീവ് മേബൽ വുഡിന്റെ വീട്ടിലേക്ക് അയൽക്കാരി ലോർണ വന്നു. ലോർണ ഇപ്പോൾ ഭയങ്കര വെപ്രാളത്തിലാണ്. എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരുടെ പെറ്റ് ഒരു പൂച്ച അത് വീട്ടിൽ നിന്ന് ചാടി പുറത്തു പോയി നമ്മുടെ ഡിറ്റക്റ്റീവ് മേബൽ വുഡിന്റെ അപ്പാർട്ട്മെന്റിന്റെ ജനലിന്റെ അപ്പുറത്ത് വന്നിരിപ്പുണ്ടെന്ന്. അതിനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് ലോർണ. ഡിറ്റക്റ്റീവും ചെന്ന് ജനലൊക്കെ തുറന്നു കൊടുത്തു. ഈ ഗ്യാപ്പിൽ ബാത്റൂമിൽ പോകാന്ന് പറഞ്ഞ് അവിടുന്ന് മാറിയ നമ്മുടെ ഗബ്രിയൽ ഡെഫോ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഡിറ്റക്റ്റീവ് വീട്ടില്ല. അവന്റെ പുറകെ ഓടി ചെന്ന് പുറത്തിട്ട് അവനെ പിടിച്ച് അവനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവളുടെ നെയ്ബർ ലോർണ പുറകിലൂടെ വന്ന് നമ്മുടെ ഡിറ്റക്റ്റീവിനെ കരണ്ടടിപ്പിച്ച് വീഴ്ത്തി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ലോർണയും ഇവരുടെ ആളാന്നേ. ഗബ്രിയൽ ഡെഫോയും ലോർണയും ഒക്കെ ചാപ്പൽ പിർലെസിലുള്ളവരാണ്. അവർ നമ്മുടെ ഹീറോയിൻ മേപ്പിൾ വുഡിനെയും അവരുടെ സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇവിടെ 2023 നമ്മുടെ മാനിക്സിന്റെ വളർത്തച്ഛൻ ആൻഡ്രൂ നമ്മുടെ ഹീറോയിൻ ഹസനെയും കൂട്ടിക്കൊണ്ട് അവൾ ചെന്ന ആ ഒരു വീടിന്റെ ബേസ്മെന്റിലേക്ക് ചെല്ലുന്നു. അവിടെ ആവട്ടെ ഇതിനു മുമ്പ് ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള ബോഡീസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1890 1941 ഒക്കെ ഈ ബോഡി ഇതേപോലെ ടൈം ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം ജൂലിയൻ ഹാർക്കറിന്റെ ആളുകൾ കളക്ട് ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇതിന്റെയൊക്കെ പുറകിലുള്ള കാര്യങ്ങൾ എന്താണ്? ആകെ മൊത്തത്തിലൊരു പുകയാണല്ലോ. ആൻഡ്രൂ ആണെങ്കിൽ പഴയ പോലെ പിച്ചും പെയ്യും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചേ മതിയാവൂ, നീ ഇത് കണ്ടുപിടിച്ചേ പറ്റൂ, എങ്കിലേ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ നടക്കുകയുള്ളൂ, ഇങ്ങനെ സംഭവിച്ചെങ്കിലേ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവൂ. ഇയാൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാതെ നിൽക്കുകയാണ് ഡിറ്റക്റ്റീവ് ഹസൻ. ഡോ ആൻഡ്രൂ, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ക്ലിയർ ആയിട്ട് പറയോ? ഇങ്ങനെ കൺഫ്യൂസ് ആക്കിക്കൊണ്ടിരുന്നാൽ ഇത് എങ്ങും എത്തത്തില്ല. ഇതിന്റെയൊക്കെ പുറകിൽ ആരാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അറ്റ്ലീസ്റ്റ് തനിക്കറിയാവുന്ന കാര്യങ്ങളെങ്കിലും ഒന്ന് ഓർഡറിൽ പറയടോ. ഉടനെ ആൻഡ്രൂ ആവട്ടെ ഹസന്റെ അടുത്ത് വന്ന് അവളെ പിടിച്ച് ബലം പ്രയോഗിച്ച് ഒരു റൂമിലിട്ട് അവളെ പൂട്ടി. ഇതാണെങ്കിൽ ഈ വീടിന്റെ ബേസ്മെന്റും വെട്ടോ ഇല്ല, ഇവിടുന്ന് അലറിയ പുറത്തൊരു മനുഷ്യൻ പോലും കേൾക്കുകയില്ല. വാതിലാണെങ്കിൽ അകത്തൊന്നും തുറക്കാനും പറ്റത്തില്ല. നമ്മുടെ ഹസൻ ശരിക്കും പെട്ടു.